ചെറിയൊരു സ്മൈലും കൂടെ. അപ്പോ ഇന്നാണ് അമ്മയുടെ സർജറി ഡേ. പഴയ വേടാണ് മൃദുലെ. BEd പഠിച്ച് നിനക്ക് ഡിഗ്രി മാത്രം പഠിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട അവസ്ഥയാണല്ലോ. ഏവിയേഷൻ ഞാൻ പഠിച്ചു, പക്ഷെ കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കണം. അതെ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് സത്യത്തിൽ ഏവിയേഷനിൽ പോകുമ്പോഴാണ് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഒരു സ്റ്റാൻഡ് കാണും. അറിയാമെങ്കിലും കോൺഫിഡൻസ് ഇല്ല. എനിക്ക് സംസാരിക്കാം പറയാൻ മനസ്സിലാവും ഗൈസ്, പക്ഷെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. വൈദ്യുതി അതല്ല നമ്മൾ ടോപ്പിക്ക്. ഇന്ന് 1 മണിക്കാണ് അമ്മയുടെ സർജറിക്ക് ഡേറ്റ് അവർ തന്നിരിക്കുന്നത്. അപ്പം രാവിലെ നമുക്കൊരു ചെറിയ ഷൂട്ട് അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലോറിലൊന്നും ആരുമില്ല. അടിപൊളി ഫ്രിഡ്ജുകളും എന്തൊക്കെ പുതിയ തരത്തിലുള്ള സാധനങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ്, 2 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ്. പണ്ടൊക്കെ 10,000 രൂപയ്ക്ക് 7,000 രൂപയ്ക്ക് ഫ്രിഡ്ജ് കിട്ടിയാൽ അമ്പൂട്ടനും അമ്മയും കാറിനകത്തുണ്ട്. അമ്പൂന് അപ്പമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കും കേട്ടോ. ഹാപ്പിയാണോ ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് അമ്മയ്ക്ക് 6 വർഷം മുന്നേ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ഞാൻ 2 സൈഡ് ജടയൊക്കെ കെട്ടിക്കൊടുത്ത് കമ്മലും എല്ലാം ഊരി സ്വർണ്ണമൊക്കെ ഊരണമല്ലോ. അന്ന് ഞാനും അച്ഛനുമായിരുന്നു. ഇന്ന് നമ്മളെല്ലാരും. പിന്നെ കണ്ണിന് കാഴ്ച കിട്ടുമല്ലോ. ഇന്നും അമ്മ എന്തോ ചെയ്താൽ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. എപ്പോഴും പറയാ എന്തെങ്കിലും ചെയ്യുമ്പോ അയ്യോ എനിക്ക് കണ്ണ് കാണത്തില്ല, എനിക്ക് കാണാൻ വയ്യ എന്ന് എപ്പോഴും പറയാം. ഞാൻ ഇന്നലെ നമ്മളെന്തോ ഒരു ചലഞ്ച് വീഡിയോ എടുത്തപ്പോൾ ക്യാമറ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് വെച്ചു. അപ്പം ആ ക്യാമറയുടെ സ്ക്രീൻ വളരെ ചെറുതാണ്. അപ്പൊ അമ്മ പറഞ്ഞ് എനിക്കത് കാണാൻ വയ്യ കേട്ടോ, അതെന്തുവാന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 26-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്തോ നമ്മുടെ കാഴ്ചയാണ്, നമ്മുടെ കണ്ണാണല്ലോ എല്ലാം അല്ലേ. നമ്മുടെ ശരീരത്തിൽ ഓരോ പാർട്സും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടെങ്കിലും നമുക്ക് ഒരാളെ കാണാനും നമ്മളെ ഓർമ്മകൾ ക്യാപ്ചർ ചെയ്യാനും പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ചെവിയും കണ്ണുമാണ് അല്ലേ. അപ്പം അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം അത് ആ ഒരു കണ്ണിന്റെ കാഴ്ച വീണ്ടും നേരത്തെ കാട്ടി നല്ലതായിട്ട് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം. കാണത്തേയില്ലായിരുന്നു. കാരണം എനിക്ക് ചില സമയം സങ്കടം വരുവേ. ഈ സൈഡിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ വിളിക്കും. അന്ന് ഓപ്പറേഷൻ പ്രസവത്തിന് നിന്ന ടൈമില് ഇങ്ങനെ ഞാൻ അമ്മയെ വിളിക്കും. കാരണം എനിക്ക് വേദന കാരണം മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ അമ്മ കാണത്തില്ല. കാരണം ഈ സൈഡ് ഒരു സൈഡ് അമ്മയ്ക്ക് കാണത്തില്ലായിരുന്നു. പിന്നെ തോണ്ടി വിളിക്കണം. അന്ന് കോഴിക്കോട് പോയി വീണില്ലേ, അതും കണ്ണ് കാണുന്ന സ്റ്റെപ്പ് കണ്ടില്ല എന്നാ പറഞ്ഞു. ഇന്നെന്തായാലും കാഴ്ച ഫുള്ളായിട്ട് കിട്ടും. അപ്പം പോവാം നമുക്ക്. നമ്മള് താഴെ കുറച്ചും കൂടി. ഈ നടിയുടെ പേരെന്ത് വരുന്നത്? ശ്രീലീല. ഇവള് സൂപ്പർ ഡാൻസ് ആട്ടോ. ഒരു മറ്റില്ല പാട്ടുണ്ടല്ലേ, ഏമനണ്ടി ഊമരണ്ടടി പാട്ടാണ് ഗൈസ് പാടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്രിഡ്ജ് കണ്ടാ നോക്ക്. ഈ ഫ്രിഡ്ജ് നോക്ക് ഗൈസ്. എന്റെ മോനെ, പിങ്ക് ഫ്രിഡ്ജ്. ഇതിന് എത്ര രൂപയാണ്? ഒരു ദൈവമേ, 1,00,000 അല്ല, ഓഫറും കഴിഞ്ഞ് 90,000 രൂപ. പക്ഷെ ഇതിൻ്റെയൊക്കെ സൈസ് എന്നെ കാട്ടി പൊക്കമുണ്ട് കഴിച്ച് ഇപ്പോഴത്തെ ഒരു. ഇതിൻ്റെ ഓപ്ഷൻ എന്തുവാണ്? ഒക്കെയാണ് നമ്മളെ വീടുകളിൽ കണ്ടുവരുന്ന ചെറിയ ചെറിയ ഫ്രിഡ്ജുകൾ അല്ലേ. എല്ലാരും നോക്കി ടാറ്റയൊക്കെ പറഞ്ഞു. എവിടെ പോയാലും അമ്പൂനെ എല്ലാരും തിരക്കണം. നമ്മളെ കാണാത്തതിന്റെ ഇപ്പോഴും അച്ഛനെങ്ങനെ കണ്ടോണ്ടിരിക്കണം അമ്പൂന്. അതിന്റെ അച്ഛൻ കഴിയുമ്പോ ഓക്കെ അച്ഛൻ വന്ന് ഇനി കരയണ്ട. വാ കണ്ടാ ചിരിക്കുന്ന കണ്ടാ, നിന്നെ നോക്കി അവൻ കരയുന്നത് കണ്ടാ ഇപ്പൊ ചിരിക്കുന്ന കണ്ടാ. അമ്മയുടെ തിരുന്നപ്പോ കരഞ്ഞ് അച്ഛൻ കണ്ടാ. ഇക്കൊന്നും ആക്കില്ല. അത് പിടിച്ച അച്ഛനെ ഗുണം മാറും. കാണാതിരുന്ന് കാണാൻ ഭയങ്കര സ്നേഹം. എനിക്ക് പുതിയ ഉടുപ്പിന് വേണം. പുതിയ ഉടുപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ് പേടിയുണ്ടോ സർജറി ആയിട്ട്? ഡെയിലി സർജറിയിലാണല്ലേ, എന്തിനാ പേടിക്കുന്നത്? പേടിയുണ്ടോ? അന്ന് വേദന ഉണ്ടായിരുന്നോ? സർജറി ചെയ്യുമ്പോ പിന്നെ വേദന അല്ല, അവര് ആദ്യം അനസ്തേഷ്യ കൊടുക്കും. ഒന്നും പേടിക്കണ്ട, ഉറുമ്പ് അടിക്കുന്ന വേദനയുള്ളൂ. പണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്ത് നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് ഉറുമ്പ് അടിക്കുന്ന, അത് അമ്മമാരുടെ ഡയലോഗ് അല്ല, നേഴ്സുമാരുടെ ഡയലോഗാ. ഉറുമ്പ് അടിക്കുന്നത് പേരുള്ളൂ. ബലം പിടിക്കല് സൂചി പൊടിഞ്ഞ് അകത്ത് വരെ വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നമ്മളൊക്കെ എവിടെ അമ്മ ഒരു ഇഞ്ചക്ഷൻ കുത്തുന്ന കണ്ണിന്റെ കോണല്ലോ. പിന്നെ ഒന്നും അറിയത്തില്ല, പിന്നെ മരവിക്കും. അത് കഴിഞ്ഞില്ല, കറുത്ത കണ്ണാടിയൊക്കെ വെക്കണം.
ഇത് മതിയോ? അത് പോരാ, അത് അവിടുന്ന് തരും അവര്. ചെറിയൊരു സ്മൈലും കൂടെ. എടുത്തെടുത്ത് എങ്ങനെയുണ്ട്? അധികം കൊടുക്കാൻ. അമ്മയെ കൊണ്ട് ആശുപത്രി വന്നപ്പോ എന്നും പാരഗണം ഇവേ പാരഗൺ. ഇന്നും സെയിം സൂപ്പ്. ഇന്ന് മീൽസ് ഞാൻ വേറൊരു ഐറ്റവും പറഞ്ഞേട്ടോ. തൊട്ടടുത്ത നമ്മളെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. 1 മിനിറ്റ് പോലും വേണ്ട, നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ. ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മള് സർജറിക്ക് കയറും. ഇനി എപ്പോഴാ കഴിയുന്നതെന്ന് അറിയത്തില്ല. 6-7 മണിയൊക്കെ ആവുമായിരിക്കും. ടെൻഷൻ ഉണ്ടാ? കൂൾ ഡൗൺ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം റെഡിയാവും. ആ മൃദുലയുടെ തലേ പേര് നോക്കുക. അമ്മയെ കാണാത്തോണ്ട ഇനി അമ്മയെ അതെ. പിന്നെ നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും നോക്കിക്കോളും. പിന്നെ നമ്മളെല്ലാ ചെക്കപ്പൊക്കെ ചെയ്ത് എല്ലാം റെഡിയായി ഫുൾ ഓക്കെയാണ്, സേഫാണ്. പിന്നെ കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. കാരണം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുക പോലും വേണ്ട. നമുക്ക് അപ്പം തന്നെ മരുന്നും വീട്ടിൽ പോവാം. ആവികളും നമ്മളെ ഈ കുക്ക് ചെയ്യാതെ നോക്കിയിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്താൽ മതി. ബാക്കി എല്ലാം സെറ്റാവും. പിന്നെ വെള്ളയാക്കിയിട്ട് മാലാകെ പോലെ വന്നേക്കും. എവിടാണേ കറുപ്പും. ഷൂട്ടിന് വേണ്ടി ഇട്ടതാ കറുപ്പ്. നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ പറഞ്ഞു കേട്ടോ. കഴിച്ചു ഭയങ്കര സോഫ്റ്റ് കഴിച്ചു. കട്ടിയേ ഇല്ല, സോഫ്റ്റ്. ഓർണമെന്റ്സ് ഒക്കെ അഴിക്കുവാണ് ഗൈസ്. സർജറിക്കുള്ള ടൈം ആകെയ. നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ അഴിച്ച് കയറാൻ വേണ്ടി പോവാട്ടോ. ടാഗൊക്കെ കെട്ടി. ഓ കൈയാണ്, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യണം. എന്താ കൊളസ്ട്രോളും എല്ലാം നോക്കിയില്ലേ? ടെൻഷനൊന്നും വേണ്ട, എല്ലാം സെറ്റാകും. നമ്മളിവിടെ പുറത്തുണ്ട്. ലീവർത്തില്ലേ? മറ്റേ സ്കൂൾ കുട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ആക്കിയിട്ട്. ആ കണ്ണിന്റെ അതെ. ആ കണ്ണ് അവര് മരുന്ന് ഒഴിച്ചപ്പോൾ അവരെ വെള്ള വലുതായി. നമ്മൾ അമ്പൂട്ടൻ ആപ്പിള കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഒരു ആപ്പിള് പാതി തിന്നില്ലേ? ആ ഇത്ര ആപ്പിള് തിന്നു നമ്മൾ. സമയം എപ്പോഴാണ്? നമ്മൾ വന്നിട്ട് 2 മണിക്കൂർ ആവുന്നില്ലേ സമയം? ഏകാഴ്ച അപ്പോൾ അമ്മയെ സർജറിക്ക് കയറ്റി കേട്ടോ. ഞാനിനി വെളിയിലോട്ട് വന്നു. അവിടെ ഒരാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ, ബൈസ്റ്റാൻഡർക്ക്. ഒരാൾ താഴെ വരണം. പിന്നെ ഞാൻ ഇനി പാർക്കിങ്ങിലോട്ട് വന്ന് കുറേ നേരം ഇവിടെ ഇരുന്നു. ഭയങ്കര ഡിലേ ആയി. 2 മണിക്ക് പറഞ്ഞ സർജറി, അല്ല 1:30 പറഞ്ഞ സർജറി ഇപ്പം 4 മണിയായി. ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് ഗൈസ്. അവർ പറഞ്ഞ ടൈമിൽ സർജറി ചെയ്തില്ല. നല്ല ഡിലേ ആയിരുന്നു. അമ്മ നമ്മളെ കൂടെ കുറേ നേരം ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ ഇറങ്ങി. ഞാൻ വന്നപ്പോൾ ഇവിടെ അമ്മയും മോനും ഇരുന്ന് ഉറക്കമായി. ആഹാ നല്ല ഉറക്കം. അമ്പു ഉറക്കം, മൃദുല ഉറക്കം. ഉറക്കം എണീറ്റ് ചക്കവറ്റിൽ കഴിക്കുന്ന. ഏടാ നീ എന്നെ കണ്ടാടോ? നീ അമ്മ ചക്കവറ്റിൽ കയറ്റുന്നത്. അമ്മച്ചി മോന് എന്തോ ഒരു ഉറക്കമായിരുന്നറിയോ? എന്തില്? ഇത് രാവിലെ എണീറ്റോണ്ടാ. ഈ ചെറുക്കൻ രാത്രി ഉറങ്ങത്തില്ല കൈസ്. ഒരു സമയാവോ ഉറങ്ങുമ്പോ? ചക്കവറ്റില് നക്കുന്നു. എന്തോ കയ്യിലെടുത്ത് വെച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്ന. 5 മണി ഞാനത് പറഞ്ഞു.
അപ്പോൾ സർജറി കഴിഞ്ഞത് അമ്മ റൂമിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ഇന്ന് ഇവിടെ പോവല്ലേ ഇത് കഴിഞ്ഞു? എത്ര നേരം അറിയും, എനിക്ക് തീരെ കിടക്കണമെന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വേദന ഉണ്ടായിരുന്നോ? വേദനയും ഉള്ളായിരുന്നു. ആണോ? ചിലവരൊക്കെ പറയും കണ്ണിലെ പെയിൻലെസ് ആണെന്ന് പറയാ കേട്ടു. അത് എനിക്ക് ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ ഇത്ര വേദന ഇല്ലായിരുന്നു. അത് തിമിരത്തിന് അന്ന് നോർമൽ ആയിരുന്നായിരിക്കും. ഇത് കുറച്ചുകൂടി മെച്ചറായി കാണും. തിമിരത്തിന് ഭയങ്കര കട്ടിയായിപ്പോയി. അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴും എല്ലാം ഭയങ്കര വേദനയായിരുന്നു. അല്ലാതെ എല്ലാം അറിഞ്ഞോ കുത്തിയത്? സമയത്തൊക്കെ വലിയ വേദന ഇല്ലെങ്കിലും ചെറുതായിട്ട് അറിയായിരുന്നു. അന്നത്തേന് അറിയത്തില്ലായിരുന്നു. ഇനി ആ ഒരു കാഴ്ച നല്ലോണം കാണുമ്പോ ഉള്ളൊരു ഇതല്ലേ. ഇനിയിപ്പോ അത് അഴിക്കും. ഞാൻ വിചാരിച്ചത് അഴിക്കത്തില്ല, ഇനി കുറച്ച് 2-3 ദിവസം ഇങ്ങനെ വെച്ചോണ്ട് നടക്കണമായിരിക്കും. അല്ല, അഴിച്ചിട്ട് വീണ്ടും വെക്കും. വീട്ടിൽ ചെന്നിട്ട് ഇന്ന് രാത്രി കളയാം. മരുന്ന് കഴിക്കുന്നു. പറയണ്ടേ, ഈ അതൊക്കെ അറിഞ്ഞോ? അവര് പുതിയ ലെൻസ് വെക്കുന്നൊക്കെ കണ്ടോ? ഇല്ലല്ലേ? ലെൻസ് എടുക്കുന്നൊക്കെ പറയുന്ന കേട്ട് കണ്ണടച്ചിരിക്കായിരുന്നു. ഒരു നീല തുണിയിട്ട് അടയ്ക്കും. സംഗീത സംവിധായകനെ ഞാൻ പുറത്തോട്ടേക്ക് പാരഡിയാണോ? അച്ഛ 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 പല ടോണിലാച്ച, പല ടെമ്പോയിലാച്ച. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടൊക്കെ ആക്കുന്ന പോലെ തോന്നി. ഭയങ്കര വേദനയായി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടുകുവായിരുന്നു. അത് ആലോചിക്കുമ്പോ ടെൻഷൻ ആവുന്നില്ലേ? തണുത്തുകൊണ്ട് കിടങ്ങിയതാണ്. കൂടെ പ്രഷർ നോക്കി കൂടെ ഓക്സിജൻ നോക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും എമർജൻസി വരുമ്പോ അന്നൊന്നും ഇങ്ങനൊന്നും ചെയ്തില്ലായിരുന്നു. നീ എന്തുവാടാ ഇവിടെ? കളി വന്ന് മുട്ടി ചുമ്മാ കളിപ്പിക്കാനായിട്ടാ. ഇപ്പൊ നോക്കിക്കോണേ, ഈ ചെറുക്കൻ്റെ കയ്യില് വീട്ടിലാണെങ്കിൽ പിന്നെ ഇരിക്കും, എവിടെങ്കിലും പോയ അമ്മയുടെ തോളത്ത് ഉറങ്ങുക. ഇപ്പഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇട്ട് കഴിയുമ്പോ എവിടെയും ഈ ഹോസ്പിറ്റലിൽ ഈ ഫ്ലോർ മൊത്തം റൗണ്ട് അടിക്കുമായിരുന്നു. ഞാൻ ചുറ്റി നടക്കാൻ സ്ഥലമില്ല. ഇച്ചിനെയൊക്കെ എന്റെ കൈ ഇരുന്നൂടെ? എന്റെ കൈ ഇരിക്കും, ഉറക്കത്തിന് അടിക്കണം. അപ്പൊ എന്റെ അടുത്ത് വരും. രാത്രി ഞാൻ എന്നോട് കളിക്കാൻ. പകൽ തന്നെ വേണ്ട, പകൽ തന്നെ വേണ്ട. ഏട്ടൻ വേണം. രാത്രി രാവിലെ അവന്റെ കിടക്കപ്പുള്ള അവിടെ കിടന്ന് അടിക്കണം എന്നെ. അതിനു വേണ്ടി അവന്റെ കളിപ്പാട്ടം. കൊച്ചു ചന്തി വേണം ഓപ്പറേഷൻ ചെയ്യാൻ. പ്രോ ഡ്രൈവർ അമ്പു. ഏട്ടൻ കൈ വിട്ടേ, അവനിൽ അത് ഇങ്ങനെ പിടിക്കുമ്പോ എന്നെക്കാളും മുന്നേ ഡ്രൈവർ ആവാൻ. അവിടെ ഇരിക്കുന്ന ചുമ്മാ അല്ല, ഞാൻ ഓടിക്കുമ്പോ ഇങ്ങനെ നോക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ. ആരോഗ്യ സകല ആരോഗ്യം അവൻ എന്നെക്കാളും മുന്നേ ഓട്ടിക്കും കേട്ടോ. ആരോഗ്യം വരുന്നില്ല കേട്ടോ. അമ്പു വാ, എന്റെ അടുത്ത് വരുന്നില്ല കേട്ടോ. അമ്പു വാ, അമ്പു വാ. അമ്പു വാ. എടാ പോടാ. ഞാൻ പോകുന്നത് നീ ഒറ്റയ്ക്ക് നിന്നോടാ. ഞാൻ വരുന്നില്ല. നൈറ്റ് കുക്കിംഗ് ഗൈസ്. ഉണ്ടാക്കണം, തിന്നണമെങ്കിൽ. ചപ്പാത്തി അല്ല, ഞാൻ വേണമെങ്കിൽ ബസുമതി റൈസും വിത്ത് ചിക്കൻ കറി ഉണ്ടാക്കണം. എന്താണ് പാടി ഇപ്പൊ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് മാറി ഇപ്പൊ ചിക്കൻ കറി സ്പെഷ്യലിസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി പിടിക്കണമല്ലോ, എപ്പോഴും ബിരിയാണി ഞാൻ മാത്രമായാലും. കുറച്ച് ചിക്കൻ എടുത്ത് എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കാം. സവാള അമ്മ റെസ്റ്റില്ല. ഇവിടെ എന്തോ കൈയും കടിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ കണ്ടെങ്കിലും കൊടുക്കൂ, ഞങ്ങൾ കൈ കടിക്കൂ. ചിക്കന്റെ കാല് വിട്ടേ. ചിക്കൻ ഇവിടെ കളറായി വരുമ്പോഴത്തേക്ക് വരുമല്ലേ. ഇങ്ങനെ ഡൗട്ടാ ഇപ്പൊ ഫിക്സ് ആയി. ഞാൻ കൂടെ ഇതിങ്ങനെ വെച്ചിട്ട് പോയിട്ടേ വന്ന് പിടിക്കും. സ്വർഗം കാണും മാമാ, സ്വർഗം. നമുക്ക് ആദ്യം പച്ചക്കറി ചിക്കന് വേണ്ടത് നമ്മൾ കുറച്ച് ഇത്രയും മല്ലിയില എടുക്കണം. മല്ലിയില, പച്ചമുളക്, പിന്നെ നാരങ്ങ, പിന്നെ അതുപോലെ തന്നെ നമ്മള് യോഗട്ട് സാധനം അരച്ചെടുത്ത്. പക്ഷെ നമ്മുടെ എരിയില്ല, അതുകൊണ്ട് 2 പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ നമ്മൾ 2-3 കുരുമുളക്. ഇത് മൊത്തം വെള്ളിയാണല്ലോ ബില്ല്. ഉരുളങ്കിഴങ്ങ് 2-3 കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അമ്പൂന് ഇഷ്ടമാണ്. ചിക്കനിൽ കിടന്ന് വേകുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉരുളങ്കിഴങ്ങിന്. ചില ആൾക്കാർ ഉരുളങ്കിഴങ്ങ് എടുത്തില്ല കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലിൽ വരെ ഉരുളങ്കിഴങ്ങ് എടുത്തുള്ളൂ. നമ്മളന്ന് ഇവിടെ പോയപ്പോൾ ഉരുളങ്കിഴങ്ങ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ ഓബൈതാമരയില്. പിന്നെ അതിനുശേഷം ഞാനും ഇടും 5 സ്റ്റാർ ഇടാൻ. എനിക്കെന്തിട്ടാ കേട്ടോട്ടാ, അരിഞ്ഞോ.
ഇതാണ്ട ചെറിയ ബേബി ടൊമാറ്റോ, ആ ബേബി ടൊമാറ്റോ പൊട്ടറ്റോ. നിനക്ക് കിളി പോയാണ്. ചക്കിക്കൊത്ത ഓപ്പറേഷൻ ചെയ്തു ആശുപത്രി ഇരുന്നിരുന്ന് കിളി പോയതാ. ചിക്കനും പൊട്ടറ്റോയും 2 ഫിഷ് അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പയർ തോരനോട് വെച്ച് നമ്മളപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വരട്ടി പച്ച ചട്നി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ച ഗ്രേവി അടിപൊളി ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നല്ല അടിപൊളി മണം. ചിക്കൻ വീടരുത്, ചിക്കൻ്റെ സ്റ്റോപ്പ് മാത്രം. അയ്യോ ഒരെണ്ണം പോയി. ചിക്കൻ പീസ് എടുക്കുക, നേരെ നമ്മുടെ ഗ്രേവിക്കകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെക്കാം. അവന് ചിക്കൻ പീസ് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയവന് അമ്പോ. ഇങ്ങനെ കൊതിപ്പിക്കാം. പറഞ്ഞോളൂ. ക്രഞ്ചി. അതിച്ചിരി എരി, ഞാൻ എരിയില്ലാത്ത അകത്തൊക്കെ ഒക്കെ കൊടുക്കും. എരി എരി. എൻ്റെ പൊണ്ടാട്ടി ഉണ്ടല്ലോ, ചിക്കന് മസാല അതൊക്കെ സൂപ്പറായിട്ട് അറിയാം. നല്ല മസാല. വേറൊന്നും അറിയത്തില്ലല്ലോ. അത് വൃത്തിക്ക് ചെയ്യും. സൂപ്പർ സാധനം. അമ്പു എന്നെ പോലെ ചിക്കൻ ലവറാ. കറി ദേ ഇവിടെ റെഡി. കുറച്ചുകൂടി ഒന്ന് വറ്റണമായിരുന്നു. നാളത്തെ കാപ്പിക്കും കൂടി എടുക്കാം. ഗ്രേവി ആയിട്ട് കിട്ടുന്നില്ല. എങ്ങനെ ഉണ്ട് ഇപ്പം? ഒന്നുമില്ല, തലവേദന പോലെ, ഒരു തലപരിപ്പ് പോലെ. അത് ഇന്നലെ ഡാൻസ് കളിച്ചാ ചിക്കൻ തിന്നുന്നേ. ചിക്കൻ വേണം ഇച്ചിരി എങ്ങനെ വൈകി ഇപ്പൊ അലറും. പറഞ്ഞു കുഞ്ഞിപ്പോ തിന്നാതായി ഒന്നും ചോറും തിന്നത്തില്ല. പണ്ടത്തെ അത്ര പോളിംഗ് ഇല്ല. അച്ഛൻ ചിക്കൻ മേടിച്ചു വരുമ്പോഴേ പറയും ഉരുളക്കിഴങ്ങ് അച്ഛന് ഇഷ്ടമുള്ള. അടിപൊളിയല്ലേ? അടിപൊളി. നല്ല ഫ്ലേവർ ഉണ്ട്. ആഹാ, ഞാൻ കുറെ ഗ്രേവി എടുത്തു. കലക്കി കുടിക്കാം. ചിക്കൻ ഫ്രൈ. ഹലോ ഗായ്സ്, ഇന്നാണ് റിവീല്. പണ്ടത്തെ പോലെ കറുത്ത കണ്ണാടിയല്ല, വെളുത്ത കണ്ണാടിയാണ്. അത് സർജറി കഴിഞ്ഞ് വെക്കുന്നതാണ്. സർജറി കഴിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതാകുമ്പോ അറിയത്തില്ല. മറ്റേത് കറുത്ത കണ്ണാടി വെക്കുമ്പോ എല്ലാവർക്കും അറിയായിരുന്നു. അല്ല, കറുത്ത കണ്ണാടി ഉണ്ട് അവിടെ. കറുത്ത കണ്ണാടി വെച്ചോണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് വേറെ സർജറിക്ക് ആയിരിക്കും മേ ബി. ഇത് പക്ഷെ അവിടെ കറുത്ത കണ്ണാടി വെക്കുന്ന ഞാൻ തന്നെ 2-3 കറുത്ത കണ്ണാടി വെച്ചോണ്ട് കിടക്കുന്നുണ്ട്. പല പല ട്രീറ്റ്മെന്റിന് പല പല. അത് വെച്ചാലും അറിയാടാ. പിന്നെ ആദ്യം പ്രവീണിനെ തന്നെ കാണാം. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഒരുപാട് അസുഖങ്ങളും ഷുഗറും ഒക്കെ ഉള്ള എടുക്കട്ടെ. അവിടെ ഫോൺ എടുക്കുന്ന അവനെ കാണണ്ടേ? അതാ നിന്റെ മൃദുല ഫോൺ സൂക്ഷിക്കത്തേ ഇല്ല കേട്ടോ. ഇത് കണ്ടോ ഈ ഫോണാ? ഈ എത്ര വട്ടം തള്ളിയിട്ടുണ്ട് ഈ ഫോൺ? അവനുണ്ടാവില്ല. ദൈവമേ, എന്റെ ഫോൺ പിന്നെ എന്റെ ഫോണും തള്ളിയിടാറുണ്ടോ? എന്നാലും എടുത്തെടുത്തെടുത്തു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടോ അത്. എടാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാരാ. കണ്ണ് പോള ഉറക്കാൻ പറ്റുന്നുണ്ടോ? വെട്ടം. ഈ 2 കണ്ണിനും കാഴ്ച വ്യത്യാസം ഉണ്ടോ? കാണും. മറ്റേ ഇത് ഒരാഴ്ച കഴിയുമ്പോഴേ മാറും. ഇത് നല്ല വെട്ടമായിരിക്കും. ഇപ്പൊ ആ വെട്ടം കുറഞ്ഞു കുറഞ്ഞ് സാധാ വെട്ടം ആവും. സാധാ കാഴ്ചയാവും. എന്നെ ഭയങ്കര വെട്ടത്തിൽ കാണണം. കൺഗ്രാജുലേഷൻസ്.
നേരത്തെ ഇപ്പോഴത്തെ വ്യത്യാസം പിന്നെ ഈ എടാ, വെട്ടം. ഒന്നും അറിയാൻ വയ്യ. ഈ കണ്ണാ നല്ല കാണുന്നത്. ഭയങ്കര പവറായിരിക്കും. അത് ഈ കണ്ണ് ചെയ്തപ്പോഴും അങ്ങനെ ഒരാഴ്ചത്തേക്ക് ഭയങ്കര വെട്ടമായിരിക്കും. അതല്ല ഇത്ര നാൾ പക്ഷെ ഈ ലെൻസ് അമ്മയുടെ രണ്ട് ലെൻസാണ്. കാരണം ഈ ലെൻസ് നോർമൽ ലെൻസും ഇത് അമേരിക്കൻ ലെൻസും ആണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി പ്രീമിയം ലെൻസാണ്. പിന്നെ അങ്ങ് വെട്ടമാകും. അത് ഓടിച്ച് കൈ കൊടുക്കുന്നത്. വെട്ടം ഒരുപാട് അടിക്കണ്ടത് നോക്കട്ടെ. ഭാഷ മാണിക് ഭാഷ മാണിക് ഭാഷ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, ചെയ്തു. ഹാപ്പിയായി. അതെ. ഹാപ്പി. അന്ന് അമ്പൂട്ടിന് നമ്മൾ ഡെലിവറി ടൈമിലെ നമ്മൾ പറഞ്ഞായിരുന്നില്ലടി ചെയ്ത് കൊടുക്കണം. അന്നേ പറഞ്ഞേ നമ്മള് ചെയ്തു കൊടുക്കും. പക്ഷെ അച്ഛൻ മരിച്ചു. പിന്നെ താമസിച്ച് പിന്നെ അവന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് എന്തായാലും ഇപ്പൊ ചെയ്തു. താങ്ക് യു. നിമിഷമുണ്ട് നിങ്ങളും വന്ന് നിന്ന് കുഞ്ഞും വന്ന് അവനും കൂടെ എന്നും പറയാല്ല. അവന് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ ഒരു ഗെയിം വരുമ്പോ ഇങ്ങനെ ഒരാക്കാം. അവനെ നോക്കിയാ വെച്ചടിച്ചു തരും കണ്ണിലൊക്കെ. അതാ ഇപ്പൊ അമ്മയുടെ പേടി. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ 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 ബൈ.